नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 83. വസുദേവർ അനുഷ്ഠിച്ച യാഗകർമ്മങ്ങൾ. പേജ് നമ്പർ 822. ആ സമയത്ത് ഭഗവാൻ കൃഷ്ണനും ഭഗവാൻ ബലരാമനും ഭാര്യമാർ, മക്കൾ, ബന്ധുക്കൾ എന്നിവരോടൊത്ത് യാഗവേദിയിലിരുന്നപ്പോൾ പരമപുരുഷൻ തൻ്റെ അവിഭാജ്യ ഘടകങ്ങളായ ജീവാത്മാക്കളോടും വിവിധ ശക്തികളോടും കൂടി അവിടെ സന്നിഹിതനായിരിക്കുന്നതുപോലെ തോന്നി. ഭഗവാൻ കൃഷ്ണനു ബഹുവിധ ശക്തികളും അവിഭാജ്യ ഘടകങ്ങളുമുണ്ടെന്നു നാം ശാസ്ത്രങ്ങളിൽ നിന്നു കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ആ യാഗവേദിയിൽ തൻ്റെ വിവിധ ശക്തികളോടൊപ്പം നിത്യമായി നിലകൊള്ളുന്നതെങ്ങനെ എന്നു നമുക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഭഗവാൻ നാരായണനായും ഭഗവാൻ ബലരാമൻ ജീവാത്മാക്കളുടെ പ്രഭവമായ സംഘർഷണനായും കാണപ്പെട്ടു. ജ്യോതിഷ്ഠോമം, ദർശം, പൂർണ്ണമാസം തുടങ്ങിയ വിവിധ തരം യാഗങ്ങൾ കൊണ്ടു വസുദേവർ ഭഗവാൻ വിഷ്ണുവിനെ സംതൃപ്തനാക്കി. ഈ യാഗങ്ങളിൽ ചിലത് പ്രാകൃതമെന്നും മറ്റു ചിലതു സൗര്യസത്രം അഥവാ വൈകൃതം എന്നും അറിയപ്പെടുന്നു. തുടർന്ന് അഗ്നിഹോത്രം മുതലായ മറ്റു യാഗങ്ങളും അനുഷ്ഠിക്കപ്പെട്ടു. നിർദ്ദിഷ്ട വസ്തുക്കൾ വഴിയാംവണ്ണം സമർപ്പിക്കുകയും ചെയ്തു. ഇപ്രകാരം ഭഗവാൻ വിഷ്ണു സംപ്രീതനായി. യാഗത്തിൽ ഹവിസ് അർപ്പിക്കുന്നതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഭഗവാൻ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തലാണ്. എന്നാൽ ഈ കലിയുഗത്തിൽ യാഗത്തിൽ സമർപ്പിക്കാൻ വേണ്ട വസ്തുക്കൾ സംഭരിക്കാൻ വലിയ പ്രയാസമാണ്. ആവശ്യമായ സാധന സാമഗ്രികൾ സംഭരിക്കാനുള്ള മാർഗമോ അതിനുവേണ്ട അറിവോ യാഗം നടത്താനുള്ള പ്രവണതയോ മനുഷ്യർക്കില്ലാതായിരിക്കുന്നു. അതിനാൽ കലിയുഗത്തിൽ ആളുകൾ മിക്കവാറും നിർഭാഗ്യവാന്മാരും ഉത്കണ്ഠാകുലരും പലവിധമായ വിപത്തുകൾ കൊണ്ടു അസ്വസ്ഥരും ആയിരിക്കുമ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒരേയൊരു യാഗം സങ്കീർത്തനയജ്ഞമാണ്. സങ്കീർത്തനയജ്ഞം കൊണ്ടു ഭഗവാൻ ചൈതന്യനെ പൂജിക്കുക എന്നതാണ് കലിയുഗത്തിൽ വിധിച്ചിട്ടുള്ള ഒരേയൊരു പ്രക്രിയ. വിവിധ യാഗങ്ങളുടെ അവസാനത്തിൽ ധാരാളമായ ധനവും വസ്ത്രങ്ങളും ആഭരണങ്ങളും ഭൂമിയും പശുക്കളും ദാസിമാരെയുമെല്ലാം വസുദേവർ പുരോഹിതന്മാർക്കു നൽകി. തുടർന്നു വസുദേവരുടെ പത്നിമാരെല്ലാം അവഭൃത സ്നാനം നടത്തി യാഗത്തിൻ്റെ ഭാഗമായ
പത്നീ സംയാജം എന്ന ധർമ്മവും അനുഷ്ഠിച്ചു. ആവശ്യമായ അനുസാരികളോടുകൂടി അവരെല്ലാം ഒരുമിച്ച് പരശുരാമൻ നിർമ്മിച്ച രാമഹ്രദം എന്ന തടാകത്തിൽ സ്നാനം ചെയ്തു. വസുദേവരുടെയും പത്നിമാരുടെയും സ്നാനം കഴിഞ്ഞയുടനെ അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും പാട്ട്, നൃത്തം തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്ന താഴേക്കിടയിലുള്ള ആളുകൾക്ക് വിതരണം ചെയ്യപ്പെട്ടു. ധാരാളമായി ധനം വിതരണം ചെയ്യുകയെന്നതു യാഗാനുഷ്ഠാനങ്ങളിൽ തികച്ചും ആവശ്യമായ കാര്യമാണ്. ഉപയോഗിച്ച വസ്ത്രങ്ങളും ആഭരണങ്ങളും മറ്റും കീഴേക്കിടയിലുള്ള സഹായികൾക്ക് വിതരണം ചെയ്യുന്നതു യാഗാനന്തരവുമാണ്. ഉപയോഗം കഴിഞ്ഞ വസ്തുക്കൾ ഗായകർക്കും പാരായണക്കാർക്കും വിതരണം ചെയ്ത ശേഷം വസുദേവരും പത്നിമാരും പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ചു. ബ്രാഹ്മണർ മുതൽ ഇങ്ങു താഴെ നായ്ക്കൾ വരെയുള്ള എല്ലാവർക്കും മൃഷ്ടാന്ന ഭോജനം നൽകി. തുടർന്ന് വസുദേവരുടെ ബന്ധുക്കൾ, മിത്രങ്ങൾ, കുടുംബാംഗങ്ങൾ, പത്നിമാർ, മക്കൾ എന്നിവരും ഒപ്പം വിദർഭം, കോസലം, കുരു, കാശി, കേകയം, സൃഞ്ജയം എന്നീ വംശങ്ങളിലെ രാജാക്കന്മാരും കുടുംബാംഗങ്ങളും സമ്മേളിച്ചു. പുരോഹിതന്മാർ, ദേവന്മാർ, സാധാരണ ജനങ്ങൾ, പൂർവിതാക്കൾ, ഭൂതങ്ങൾ, ചാരണന്മാർ എന്നിവർക്കെല്ലാം ആദരം നിറഞ്ഞ ബഹുമതിയുടെയും സമ്മാനങ്ങളുടെയും രൂപത്തിൽ വേണ്ടത്ര പ്രതിഫലങ്ങൾ നൽകി. അതിനുശേഷം സൗഭാഗ്യദേവതയുടെ ഭർത്താവായ ഭഗവാൻ കൃഷ്ണനോടു അനുമതി വാങ്ങി വസുദേവർ നടത്തിയ യാഗത്തിൻ്റെ പൂർണ്ണതയെ പ്രകീർത്തിച്ചുകൊണ്ട് അവരെല്ലാം താന്താങ്ങളുടെ ഗൃഹങ്ങളിലേക്കു യാത്രയായി. ഹരേ കൃഷ്ണ.